പ്രിയ ദേശനിവാസികളെ, നമ്മൾ കേട്ട പാട്ട് പോലെ നാം ഒക്കെ മനുഷ്യരാണെങ്കിലും ഈ ഭൂമിയിൽ ഒരു ദിവസം നമ്മുടെ ജീവിതം അവസാനിപ്പിക്കേണ്ടവരാണ്. നിങ്ങളെല്ലാവരും വളരെ ശാന്തതയോടുകൂടി ദൈവത്തിൻ്റെ അഗാധമായിരിക്കുന്ന സ്നേഹം അല്പനേരം ശ്രവിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ അനേക ചോദ്യങ്ങൾക്ക് ഉത്തരം ഇന്ന് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതാണ്. നോക്ക്, പിന്നെ ഞാൻ ഒരിക്കൽ കൂടെ നിങ്ങളോട് പറയുന്നു, നാം എല്ലാം വെറും മനുഷ്യരാണ്. ഇന്നലെ ജനിച്ചു നാളെ മരിച്ചു പോകുന്ന വ്യക്തിത്വങ്ങൾ. ഇതാ എന്നെ കേൾക്കുന്ന പ്രായമായവരോട് ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കൗമാര കാലങ്ങള് ഇന്നലെ പോലെ കഴിഞ്ഞു പോയില്ലയോ? 5 വയസ്സായിരിക്കുന്ന ഒരു കുട്ടിയായിരുന്നു നിങ്ങൾ ഒരിക്കൽ, ഇപ്പോൾ 60 70 വയസ്സായെങ്കിൽ ഒരു രാത്രി ഇരുട്ടി വെളുക്കുന്നത് പോലെ നമ്മുടെ ആയുസ് തീർന്നു പോവുകയാണ്. നിങ്ങൾ അതിനെപ്പറ്റിയൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിക്കണം. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഭൂമിയിൽ ഞാൻ ഇത്രയും വർഷം ജീവിച്ചു, ഞാൻ വീടുണ്ടാക്കി, കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു, വിവാഹം കഴിച്ചു, നിരവധിയായിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇനി ഒരു ദിവസം നമ്മൾ മരണം മുഖാന്തരമായിട്ട് മാറ്റപ്പെടാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ഈ ഭൂമിയിലെ ഈ ജീവിതം തീർന്നതിന് ശേഷം ഞാൻ എങ്ങോട്ടാണ് പോകുന്നത്? ഈ 60 70 80 വർഷത്തെ ജീവിതം കൊണ്ട് ഞാൻ എന്തെങ്കിലും നേടിയോ? നമ്മൾ ചില അധികാരങ്ങൾ വെട്ടിപ്പിടിച്ചിട്ടുണ്ട്, നമ്മൾ ചില സമ്പാദ്യങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്, മറ്റു പല കഴിവുകളും വെച്ചിട്ട് നമ്മൾ ലോകത്തിൽ ചില മഹാന്മാരായിട്ട് തീർന്നിട്ടുണ്ട്. പക്ഷെ പ്രിയപ്പെട്ടവരെ, നമ്മളെ ആരായാലും, രാജാവായാലും മന്ത്രിയായാലും പുരോഹിതന്മാരായാലും, പ്രിയപ്പെട്ടവരെ, നമ്മൾ തെരുവോരങ്ങൾ അലയുന്ന ഒരു യാചകനാണെങ്കിലും, ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യാനിയാണെങ്കിലും മുസ്ലിം ആണെങ്കിലും ഇന്ത്യക്കാരനാണെങ്കിലും പാകിസ്ഥാനികളാണെങ്കിലും, പ്രിയപ്പെട്ടവരെ, മരണത്തിന്റെ മുമ്പിൽ നമ്മൾ എല്ലാവരും നിസ്സഹായ അവസ്ഥയിലാണ്. എത്ര സമ്പത്ത് കൊടുക്കാമെങ്കിലും മരണത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ നമുക്ക് രക്ഷ പ്രാപിക്കുവാനും കഴിയുമായിരുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, മനുഷ്യന് ഇന്നും പ്രഹേളികയായിട്ട്, മനുഷ്യൻ ഇന്നും അതിനെ ജയിപ്പാൻ കഴിയാത്ത വണ്ണം നിസ്സഹായ അവസ്ഥയിലായിരിക്കുമ്പോൾ ഈ മരണത്തിനപ്പുറം എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? യേശുക്രിസ്തു ഒരിക്കൽ ലോകത്തിനോട് ഇങ്ങനെ ചോദിച്ചു, ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെയാണ്? പ്രിയപ്പെട്ടവരെ, നമുക്കൊരു മരണമുള്ളത് കൊണ്ട് നമുക്കൊരു കാര്യം ചിന്തിക്കാം, ഉന്നത ഭാവങ്ങളെ താഴ്ത്താം. നമുക്ക് നമ്മളെപ്പറ്റി ഇങ്ങനെ പറയാം, ഇന്നലെ ഞാൻ ജനിച്ചു, നാളെ ഞാൻ മരിച്ചു പോകും, പുഴി തുല്യമായിരിക്കുന്ന ഒരു ആയുസ് മാത്രമേ എനിക്കുള്ളൂ. ഇതാണ് നമ്മുടെ യഥാർത്ഥമായിരിക്കുന്ന അവസ്ഥകൾ. എന്നാൽ ഇങ്ങനെ ഒരു അനുഭവത്തെ പറ്റി നമുക്ക് തിരിച്ചറിവില്ലാത്തത് കൊണ്ട് നമ്മൾ പലപ്പോഴും ഉന്നത ഭാവങ്ങളിലും പ്രകട ഹൃദയങ്ങളും മറ്റുള്ളവരെ വെല്ലുവിളിക്കുന്നവരുമായിട്ട് തീർന്നിരിക്കുന്നു. അതവിടെ നിൽക്കട്ടെ. എന്നെ കേൾക്കുന്ന അനേക ആൾക്കാരോട് ഞാൻ ചോദിക്കട്ടെ, നമ്മളൊക്കെ പുറമെ സന്തോഷമുള്ളവരാണല്ലോ? തീർച്ചയായിട്ടും അതെ. പുറമെ നമ്മൾ ചിരിക്കുന്നവരാണ്, പുറമെ തമാശ പറയുന്നവരാണ്, മറ്റുള്ളവരെ പരിഹസിക്കുന്നവരും മറ്റുള്ളവരെ വെല്ലുവിളിക്കുന്നവരുമാണ്. നമ്മൾ ജനിച്ച മതത്തിൽ നിന്നുകൊണ്ട് മറ്റു മതസ്ഥരെ നമ്മൾ പരിഹസിക്കുകയും നമ്മളെന്താണ് കുറ്റം വിധിക്കുകയും ചെയ്യുന്നവരാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ മതഭക്തി എന്താണെന്ന് ഞാൻ ഒന്ന് തെളിയിച്ചു തരാം. എൻ്റെ പേര് വിജയ ഗോപാൽ എന്നാണ്. ഞാനൊരു ഹിന്ദു മതത്തിൽ ജനിച്ചവനാണ്. എൻ്റെ സ്വദേശം റാന്നിയാണ്. എന്തുകൊണ്ടാണ് ഞാനൊരു ഹിന്ദു മതവിശ്വാസിയായിട്ട് ജീവിക്കാൻ കാരണം എന്താണ്? എന്നെ ജനിപ്പിച്ച എൻ്റെ അപ്പനും അമ്മയും ഹിന്ദു മതവിശ്വാസത്തിലായിരുന്നു. ചിലർ ക്രിസ്തീയ മതവിശ്വാസികളായിട്ട് തീർന്നതിന്റെ കാരണം അവരെ ജനിപ്പിച്ച മാതാപിതാക്കള് ക്രിസ്തീയ മതവിശ്വാസി ആയതുകൊണ്ട് മാത്രമാണ്. ചിലർ ഇസ്ലാം മതവിശ്വാസത്തിലായിരിക്കുന്ന കാരണം നമ്മൾ ജനിപ്പിച്ച മാതാപിതാക്കള് ഏത് വിശ്വാസത്തിലായിരിക്കുന്നുവോ ആ വിശ്വാസത്തിൽ നമ്മൾ പിന്തുടരുന്നുവെന്നേ ഉള്ളൂ. നമ്മൾ ഇന്ന് പ്രശംസിക്കുന്ന നമ്മുടെ സ്വന്തം മതം വിട്ട് നമ്മുടെ മാതാപിതാക്കള് നമ്മൾ പരിഹസിക്കുന്ന ഒരു മതത്തിലെ അംഗമായിരുന്നുവെങ്കിൽ ഇന്ന് നമ്മൾ പ്രശംസിക്കുന്ന മതത്തെ നമ്മൾ പരിഹസിക്കുകയും ഇന്ന് നമ്മൾ നിന്ദിക്കുന്ന മതത്തെ നമ്മൾ അംഗീകരിക്കുകയും ചെയ്യുമായിരുന്നു. അതുകൊണ്ട് മതഭക്തിയിൽ കിട്ടുന്ന ഒന്നും ദൈവികമല്ല പ്രിയപ്പെട്ടവരെ. ക്രിസ്തീയ മതം ഉൾപ്പെടെ ഒരു മതത്തിലും ദൈവമില്ല. ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സമാധാനം കണ്ടെത്തുവാൻ കഴിയുമായിരുന്നു. നോക്കുവിന്, എന്നിട്ട് നമ്മൾ ഉന്നത ഭാവം കാണിക്കുകയാണ്. നമ്മൾ മരിച്ചതിന് ശേഷം എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമ്മൾ അന്വേഷിക്കുന്നതുമില്ല. എന്നാൽ നോക്ക് പ്രിയപ്പെട്ടവരെ, ഞാനാകട്ടെ നിങ്ങളാകട്ടെ നമ്മുടെ യഥാർത്ഥമായിരിക്കുന്ന അനുഭവം എന്താണ്? ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പുറമെ ചിരിക്കുകയും പുറമെ തമാശ പറയുകയും ഒക്കെ ചെയ്യുമെങ്കിലും നിങ്ങളുടെ ഏകാന്തതയിൽ നിങ്ങൾ എല്ലാവരും ദുഃഖിതനാണ്. ഞാൻ പറയുന്നതിനെ നിങ്ങളൊന്ന് ചിന്തിച്ചു കൊള്ളുവിന്. നിങ്ങൾ പുറമെ കാണിക്കുന്ന ഈ ഉന്നത ഭാവമൊന്നും നിന്റെ ഏകാന്തതയിൽ നിനക്കില്ല. നിങ്ങളൊരു ഗുണ്ടയായിക്കോട്ടെ, രാജാവായിക്കോട്ടെ, മന്ത്രി ആയിക്കോട്ടെ, നിങ്ങൾ നിരവധിയായിരിക്കുന്ന വിഷയങ്ങളിൽ മറ്റുള്ള മനുഷ്യരുടെ മുമ്പിൽ ബഹുമാനം പ്രാപിച്ചവരുമായിരിക്കട്ടെ, പക്ഷെ നിങ്ങളുടെ ഏകാന്തതയിൽ നിങ്ങൾ എല്ലാവരും കഠിനമായിരിക്കുന്ന വേദനയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. നാളെ പറ്റിയുള്ള ഭാരങ്ങള്, കടബാധ്യതകള്, കുഞ്ഞുങ്ങളെ പറ്റിയുള്ള വിലാപങ്ങള്, കുടുംബ തകർച്ചകള്, കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത അനേക തെറ്റുകളെ പറ്റിയുള്ള കുറ്റബോധങ്ങള്, പിന്നെ രോഗങ്ങള്, മരണഭീതികള്, ഇങ്ങനെ എന്തുമാത്രം വേദനയിൽ കൂടിയാണ് നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്നത്. എന്നാൽ പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, ഒരു ആശ്വാസം എവിടെ കിട്ടും, എവിടെ നിന്നൊരു ആശ്വാസം വരും, എവിടെ നിന്നൊരു സമാധാനം വരുമെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ സമാധാനം വന്നിട്ടില്ല. നമ്മളെല്ലാവരും അവരവരുടേതായിരിക്കുന്ന മതഭക്തിയില് അതിൻ്റെതായിരിക്കുന്ന ആരാധനകള്, അതിൻ്റെതായിരിക്കുന്ന ആചാരങ്ങള്, വഴിപാടുകള്, യാഗങ്ങളെല്ലാം ചെയ്യുന്നവരാണ്. അല്ലെന്ന് പറയാൻ പറ്റത്തില്ല.
എന്നാൽ പ്രിയപ്പെട്ടവരെ, സമാധാനം എത്രയോ ദൂരെയാണ്. നമ്മുടെ ഹൃദയത്തിന്റെ ആശ്വാസം എന്താണ്? ഒരു നാളിൽ ലഭിക്കുവാൻ തക്കവണ്ണം വളരെ വിദൂരമായിട്ട് കാണുന്നു. ആകയാൽ പ്രിയപ്പെട്ടവരെ, സമാധാനത്തിന്റെ വഴി ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ പേര് വിജയഗോപാൽ എന്നാണ്. ഞാൻ യേശു ക്രിസ്തുവിന്റെ നാമം ഘോഷിക്കുന്നു. എന്തുകൊണ്ട് ഘോഷിക്കുന്നു? ഞാൻ അഹങ്കാരിയായിരുന്ന ഒരു മനുഷ്യനായിരുന്നു. ഉന്നത ഭാവവും നെഗള ഹൃദയവും എൻ്റെ കൂടപ്പിറപ്പായിരുന്നു. സാഹിത്യത്തിന്റെയും തത്വജ്ഞാനത്തിന്റെ ഉന്മാദത്തിൽ നിന്നുകൊണ്ട് ഈ ലോകത്തിലുള്ള സകല ജനങ്ങളും ബുദ്ധിയില്ലാത്തവരാണെന്നും ഈ ലോകത്തിലുള്ളവരെല്ലാവരും വെറും നികൃഷ്ടന്മാരെ പോലെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ എണ്ണിയിരുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, എൻ്റെ ഉന്നത ഭാവവും നെഗള ഹൃദയവും എന്നെ എവിടെ കൊണ്ട് എത്തിച്ചെന്നറിയാമോ? 23 വർഷങ്ങൾക്ക് മുമ്പ് ഒരു തുണ്ട് കയറിൽ എൻ്റെ പ്രാണനെ ഒടുക്കി കളയുവാൻ തീരുമാനിക്കുന്ന അവസ്ഥയിലേക്ക് എന്നെ കൊണ്ടുവന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അഹങ്കാരമാണ്, നമ്മുടെ നെഗളുമാണ് നമുക്ക് സമാധാനമില്ലായ്മ. നമ്മുടെ പാപം അത്രേ നമ്മളെ നശിപ്പിച്ച് കളയുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, സമ്പത്തില്ലായ്മയല്ല നമ്മളെ വേദനിപ്പിക്കുന്നത്, നമ്മുടെ രോഗങ്ങളല്ല നമ്മളെ നിരാശപ്പെടുത്തുന്നത്, നമ്മുടെ പാപം അത്രേ. പ്രത്യാശയില്ലാതെ ജനങ്ങൾ ഉടലുകയാണ്. അങ്ങനെ ആത്മഹത്യ ചെയ്യുവാൻ തീരുമാനിച്ച സന്ധ്യാസമയം എൻ്റെ ഭാര്യ അറിഞ്ഞില്ല അവളുടെ ഭർത്താവ് അന്ന് രാത്രികാലം ജീവൻ ഒടുക്കുമെന്ന്. എൻ്റെ മകൻ അറിഞ്ഞില്ല അവന്റെ പപ്പ അന്ന് രാത്രികാലം തന്റെ ജീവിതം ഇവിടെ പൂർത്തീകരിക്കുമെന്ന്. എന്നാൽ കിലോമീറ്ററുകൾ അകലെന്ന് എന്നെ പോലെ ഒരു ഉപദേശി, അന്ന് ഞാൻ ഉപദേശിയല്ല, എന്റെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. ആ സന്ധ്യാസമയത്ത്, ഞാൻ മരിക്കാൻ തീരുമാനിച്ച സന്ധ്യാസമയത്ത് ഈ ഉപദേശി എന്റെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. അദ്ദേഹം എന്നെ കണ്ട മാത്രമേ ചോദിച്ചു, നീ പുറമേ സന്തോഷവാനാണെങ്കിലും നിന്റെ ഉള്ളം മരിച്ചാൽ മതി എന്നായിട്ടില്ലയോ? നോക്ക് പ്രിയപ്പെട്ടവരെ, നമ്മുടെ അവസ്ഥ ഇതല്ലയോ? പുറമേ സന്തോഷമാണെങ്കിലും ഉള്ളം കൊണ്ട് മരിച്ചാൽ മതി എന്നുള്ള അനുഭവം. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ഇന്ന് ഈ രാത്രിയിൽ എന്റെ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, വിജയ, കഴിഞ്ഞ 3 ദിവസമായിട്ട് ഞാൻ എൻ്റെ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴൊക്കെയും നിന്റെ മുഖമാണല്ലോ തെളിഞ്ഞു വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നതെന്ന് പറഞ്ഞു. ആവട്ടെ, ഞാൻ നിന്നോട് സംസാരിക്കട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആവട്ടെ, സംസാരിക്കാമല്ലോ എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ സുവിശേഷത്തോട് സ്നേഹമില്ല, ഈ ഉപദേശിയോടും എനിക്ക് സ്നേഹമില്ല. ഏതായാലും ചാകാൻ പോകില്ലയോ, ഇയാൾക്ക് പറയാനുള്ളതും കൂടെ കേട്ടേക്കാം, അത് വിശ്വസിക്കാനല്ല അംഗീകരിക്കാനുമല്ല, വെറുതെ ഇരുന്ന് കൊടുക്കാമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ വീട്ടിൽ സാഹചര്യമില്ല, ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരാം. പ്രിയപ്പെട്ടവരെ, 2002 ഡിസംബർ 27 സന്ധ്യാസമയത്ത് കിലോമീറ്ററുകൾ അകലെയുള്ള അദ്ദേഹത്തിന്റെ ഭവനത്തില് ആ മുറ്റത്തുള്ള സിമന്റ് ബെഞ്ചിൽ ഞങ്ങൾ ഒന്നിച്ചിരിക്കുമ്പോൾ നിരവധിയായിരിക്കുന്ന മാനുഷികമായിരിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു കാണും. എന്റെ ഹൃദയത്തിന് അത് ഏശിയില്ല, എന്റെ ഹൃദയത്തിന് സമാധാനം നൽകി തരുവാനും കഴിഞ്ഞില്ല. എന്നാൽ പൊടുന്നനവേ അദ്ദേഹം യേശുക്രിസ്തുവിന്റെ ഒരു വചനം പറഞ്ഞു, ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലിൽ നിന്നെ നിർമ്മിച്ചവനുമായിരിക്കുന്ന കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, നീ പുഴയിൽ കൂടി കടക്കുമ്പോൾ പുഴ നിന്റെ മേൽ കവിഞ്ഞൊഴുകയില്ല, നീ തീയിൽ കൂടി നടന്നാൽ വെന്തുപോകയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ഇസ്രായേലിന്റെ പരിശുദ്ധനായിരിക്കുന്ന ഞാൻ നിന്റെ രക്ഷകൻ, ഞാൻ നിനക്ക് പകരം മനുഷ്യരെയും നിന്റെ പ്രാണന് പകരം ജാതികളെയും തരുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടിയുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്റെ 34ാമത്തെ വയസ്സിൽ ആദ്യമായിട്ട് എന്റെ പ്രാണൻ തണുത്തു. 34 വയസ്സിൽ ആദ്യമായിട്ട് എന്റെ ഹൃദയം സമാധാനം കൊണ്ട് നിറഞ്ഞു. 34 വർഷം മഴ പെയ്യാതിരുന്ന മണലാരണ്യത്തിൽ ആദ്യമായിട്ട് ആശ്വാസത്തിന്റെ കുളിർമഴ സ്വർഗത്തിൽ നിന്ന് പെയ്തിറങ്ങി. പ്രിയപ്പെട്ടവരെ, എന്റെ ഹൃദയം തണുപ്പിച്ച, എന്റെ ഹൃദയത്തിന് സമാധാനം നൽകി തന്ന ഈ പ്രത്യാശയുടെ കിരീടമായിരിക്കുന്ന ഈ യേശുക്രിസ്തു ആരാണ്? ആ യേശുക്രിസ്തുവിനെ പറ്റി നിങ്ങളൊന്ന് കേൾക്കണം. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക്, ഹൃദയത്തിൽ ആനന്ദവും ആശ്വാസവും ആഗ്രഹിക്കുന്നവർക്ക്, മരണഭീതി നീങ്ങിപ്പോകേണ്ടതിന്, അല്ലെങ്കിൽ പതിറ്റാണ്ടുകളായിട്ട് കഠിനമായിരിക്കുന്ന രോഗം ബാധിച്ച് സകല പണവും വൈദ്യന്മാർക്ക് കൊടുത്തിട്ടും സമാധാനവും സൗഖ്യമില്ലാത്തവർക്ക്, തകർന്നു കിടക്കുന്ന കുടുംബ ജീവിതങ്ങൾ ഉള്ളവര് ഒക്കെയും യേശുക്രിസ്തുവിനെ കേട്ടുകൊള്ളുവിന്. തകർന്നതിനെയൊക്കെയും പണിയുവാൻ അവൻ ശക്തനാണ്. പ്രിയപ്പെട്ടവരെ, ഞങ്ങളൊക്കെയും തകർന്ന് നശിച്ചു പോയവരാണ്. എന്റെ കൂടെയുള്ള ഒരു ദൈവദാസനെ നിങ്ങൾ കണ്ടുപോ? ഒരാളെ എനിക്ക് കാര്യമായിട്ട് അറിയത്തില്ല. അദ്ദേഹം ഈ നാട്ടിൽ വന്ന് പ്രവർത്തിക്കുന്നവനാണ്. എന്റെ കൂടെ വന്നവന് ഒരു ക്രിസ്തീയ മതത്തിൽ ജനിച്ചവനാണ്. അദ്ദേഹം ഒരു ഓർത്തഡോക്സ് മതവിശ്വാസിയായിരുന്നു. കള്ളു കുടിച്ചും കഞ്ചാവ് വലിച്ചും കള്ളുണ്ടാക്കി വിറ്റും വീട്ടിലും ദേശത്തും ഭീകരാന്തരം സൃഷ്ടിച്ച് അവന്റെ ദേശത്തുള്ള ആൾക്കാർ അവന്റെ അപ്പരോട് പറഞ്ഞു, ഇവനെ ഈ ദേശത്തുനിന്ന് വിട്ടോണം, ഇല്ലെങ്കിൽ ഇവന്റെ ജീവിതം നിങ്ങൾക്ക് നഷ്ടപ്പെടുമെന്ന് പറഞ്ഞു. അങ്ങനെ ദേശത്തിനും വീടിനും കൊള്ളരുതാത്തവൻ അവന്റെ ജീവിതത്തിൽ മാനസാന്തരപ്പെട്ട് ക്രിസ്തീയ മതം തള്ളിക്കളഞ്ഞ് അച്ഛന്മാരുടെയും തിരുമാനിമാരുടെയും കള്ള ഉപദേശങ്ങളെ വിട്ടുകളഞ്ഞ് യേശുക്രിസ്തുവിലേക്കും ബൈബിളിലേക്കും താൻ തിരിഞ്ഞ നാളിൽ താൻ സമാധാനം കണ്ടെത്തി. ഇന്ന് താൻ സമാധാനമുള്ളവരും സമാധാനം കൊടുക്കുന്നവരുമായിരിക്കുന്നു. ആവട്ടെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സമാധാനം വേണമോ? എന്നെ കേൾക്കുന്ന പ്രിയ പിതാക്കന്മാരെ, ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളെയൊക്കെ കാണുമ്പോൾ ഞാൻ എൻ്റെ അപ്പനെ ഓർക്കും. എൻ്റെ അപ്പന് ഈ യേശുക്രിസ്തുവിനെ അറിയാതെ മരിച്ചുപോയി. ആ ദുർബലയും വളരെ ക്ഷീണിതയും രോഗിയുമായിരുന്ന നല്ലവളായിരുന്ന എൻ്റെ അമ്മ സത്യദൈവമായിരിക്കുന്ന ക്രിസ്തുവിനെ അറിയാതെ മരിച്ചുപോയി. ആരും ഞങ്ങളുടെ വീട്ടിൽ വന്ന് പറഞ്ഞില്ല, ആരും ഞങ്ങളുടെ വഴിത്തലക്കിൽ വന്ന് യേശുക്രിസ്തുവിനെ പ്രസംഗിച്ചതുമില്ല. എന്നാൽ നിങ്ങൾ ഭാഗ്യമുള്ള ജനമാണ്. യേശുക്രിസ്തുവിനെ കേൾപ്പാൻ നിങ്ങളുടെ കാതുകളെ ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നു. അവനെ നിനക്ക് മനസ്സുണ്ടെങ്കിൽ കാണുവാൻ നിന്റെ കണ്ണുകളെ അവൻ തുറന്നു തരികയും ചെയ്യും.
എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ യേശുക്രിസ്തു ആരാണ്? 2000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയുടെ മധ്യഭാഗമായിരിക്കുന്ന യെരുശലേമില് ആ ഗോൽഗോഥ മലമുകളില് ആകാശത്തിനും ഭൂമിക്കും മധ്യേ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ നിന്നുകൊണ്ട് ആ 2 കള്ളന്മാരുടെ മധ്യേ 3 ആണിമേൽ അവൻ ക്രൂശിൽ തൂങ്ങിക്കിടക്കേണ്ടി വന്നു. അവന്റെ ശരീരം മുഴുവനും അടിയേറ്റ് തകർക്കപ്പെട്ടു. അവന്റെ മുഖത്ത് പാപികളായിരിക്കുന്ന മനുഷ്യരുടെ തുപ്പലേറ്റ് നിന്ദിക്കപ്പെട്ടിരിക്കുന്നു. ഈ യേശുക്രിസ്തു ആരാണ് പ്രിയപ്പെട്ടവരെ? അവൻ മരിച്ച് അടക്കപ്പെട്ടുവെങ്കിലും ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേൽപ്പിച്ചവൻ. അവൻ ഇന്നും ജീവിക്കുന്നു. അവൻ ഇനിയും മടങ്ങി വരാൻ പോകുകയാണ്. ഈ ഭൂമിയിൽ അവൻ ഏകാധിപതിയായിട്ട് മടങ്ങി വരാൻ പോകുകയാണ്. ഛത്രാധിപതിയായിട്ട് മടങ്ങി വരാൻ പോകുകയാണ്. അവനെ നിഷേധിച്ച്, അവനെ നിന്ദിച്ച്, അവനെ പരിഹസിച്ച് നീ ദൈവമല്ലെന്ന് പറയുന്ന ഓരോ വ്യക്തികളെയും ശിക്ഷ വിധിപ്പാനും, പാപികളാണെങ്കിലും മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തു നാമം വിളിച്ചപേക്ഷിക്കുന്നവരെ സമ്പൂർണ്ണമായിട്ടും രക്ഷിപ്പാനും ആകാശത്തിലും ഭൂമിയിലും സകല അധികാരങ്ങളും ഉള്ളവനായിട്ട് യേശുക്രിസ്തു ഭൂമിയുടെ ഏകാധിപതിയായിട്ട് മടങ്ങി വരുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, അവന്റെ മുമ്പിൽ നിൽപ്പാൻ നിങ്ങൾ യോഗ്യത നേടേണ്ടതിന് ഞങ്ങൾ യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത്. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ ആ യേശുക്രിസ്തുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമവും ഇല്ലാത്തത് കൊണ്ടും, അവൻ നമ്മളെ തള്ളിക്കളഞ്ഞാൽ നമ്മളെ രക്ഷിപ്പാൻ മറ്റൊരു വ്യക്തി ദൈവം ഇല്ലാത്തത് കൊണ്ടും, മരണമുള്ള എല്ലാവരും മരിച്ചതിന് ശേഷം അവന്റെ മുമ്പിൽ കണക്ക് കൊടുക്കേണ്ടതായതുകൊണ്ടും, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അറിയുന്നുവോ, നമ്മൾ പാപം ചെയ്യുമ്പോൾ ഒരു രസമുണ്ടല്ലേ? നമ്മൾ മറ്റുള്ളവരെ പീഡിപ്പിക്കുമ്പോൾ, മറ്റുള്ളവരെ കൊല്ലുമ്പോൾ, മറ്റുള്ളവരുടെ പണം കവർന്നെടുക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങൾ എന്തോ പൗരുഷമുള്ളവരാണ്. നല്ല പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മരിച്ചതിന് ശേഷം നിങ്ങൾ പീഡിപ്പിച്ച, നിങ്ങൾ എന്താണ് പണം കവർന്നെടുത്ത, നിങ്ങളാൽ കൊല ചെയ്യപ്പെട്ടവനെ നിങ്ങൾ നേരിട്ട് കാണുന്ന ഒരു ദിവസമുണ്ട്. മരിച്ചതിന് ശേഷം എല്ലാവരും കല്ലറകളെ വിട്ട് എഴുന്നേറ്റ് വരും. മരിച്ചതിന് ശേഷം എല്ലാവരും ഈ ദഹിപ്പിച്ച ചാരത്തിൽ നിന്ന് ഇതേ രൂപത്തിൽ എഴുന്നേറ്റ് വരും. ഇപ്പോൾ നിനക്ക് ദൈവം തന്ന ഈ ശരീരം കൊണ്ട് നീ അഹങ്കരിക്കുന്നു. അന്ന് ഈ ശരീരമില്ല, മറ്റൊരു ശരീരം തന്നതിനെ ചങ്ങലകളാൽ ബന്ധിച്ച് ഒരിക്കലും തീർന്നു പോകാത്ത നരകാഗ്നിയിലേക്ക് എന്തെന്നേക്കുമായിട്ട് തള്ളിക്കളയാതിരിക്കേണ്ടതിന് പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും പാപം ചെയ്തു പോയവരാണ്. ദൈവത്തിൽ പാപമില്ല. ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും പാപം ചെയ്തു പോയവരാണ്. എന്നാൽ ദൈവത്തിന്റെ അഗാധമായിരിക്കുന്ന സ്നേഹം എന്താണെന്ന് അറിയാമോ? പാപം ചെയ്ത് നമ്മുടെ പാപങ്ങളെ പോക്കി നമ്മളെ ശുദ്ധീകരിച്ച് ദൈവത്തിന്റെ മുമ്പിൽ നിഷ്കളങ്കരാക്കി നിർത്തേണ്ടതിന് ക്രിസ്തു ക്രൂശിൽ മരിച്ചു. ആവട്ടെ, ഇതിന്റെ ചരിത്രം എന്താണെന്ന് അറിയാമോ? നിരവധിയായിരിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് പ്രസംഗിക്കാനുണ്ട്. എങ്കിലും വേഗത്തിൽ ഞങ്ങൾ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഭൂമിയിലെ കഷ്ടങ്ങളുടെ കാരണം എന്താണ്? അസംഖ്യം എണ്ണമില്ലാത്ത ജാതി മതങ്ങളെ കൊണ്ട് ഭൂമി നിറയുകയും എല്ലാ ജാതി മതസ്ഥരും ദൈവം എന്നുള്ള പേര് പറഞ്ഞുകൊണ്ട് വ്യത്യസ്തമായിരിക്കുന്ന ആരാധന കഴിച്ചുകൊണ്ട് തമ്മിൽ ദൈവത്തിന്റെ പേര് പറഞ്ഞ് കൊന്നൊടുക്കുകയും ചെയ്യുമ്പോൾ പ്രിയപ്പെട്ട, ഇതെല്ലാം സാധാന്യമാണ്. കാരണം എന്താണ്? സമാധാനത്തിന്റെ വഴി ദൈവം തരുമ്പോൾ അകസൃഷ്ണതയുടെ വഴി സാത്താൻ കൊണ്ടുവരുന്നു. മോഷ്ടിപ്പാനും മുടിപ്പാനും അറപ്പാനും അല്ലാതെ സാത്താൻ വരുന്നില്ല. ഈ ഭൂമിയുടെ എല്ലാ വേദനകൾക്കും കാരണം നമ്മുടെ പാപമാണ്. അത് എവിടുന്ന് വന്നു? പ്രിയപ്പെട്ടവരെ, ശാന്തതയോടൊന്ന് കേട്ടോണമേ. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരും ശാന്തതയോടൊന്ന് കേട്ടുകൊള്ളണമേ. നിങ്ങളൊരു BJP കാരനാണെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരോടൊന്ന് പ്രസംഗിക്കാറുണ്ടല്ലോ. നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിൽ BJP-കാരോടൊന്ന് പ്രസംഗിക്കാറുണ്ടല്ലോ. നിങ്ങൾ ശ്രദ്ധപൂർവ്വം കേൾക്കത്തില്ലയോ? അതുകൊണ്ട് നിങ്ങൾക്കൊരു പ്രയോജനമില്ല. നിങ്ങളുടെ ഹൃദയത്തിന് ആശ്വാസം നൽകി തരുവാന് ഈ ഒരു നേതാക്കന്മാരുടെയും പ്രസംഗത്തിന് കഴിഞ്ഞിട്ടില്ല. ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അനേക ആൾക്കാര് അനേക രാഷ്ട്രീയ പ്രസംഗങ്ങൾ നിങ്ങൾ കേട്ടിരിക്കുന്നു. പക്ഷെ നിങ്ങൾക്ക് സമാധാനം നൽകി തരുവാൻ കഴിഞ്ഞിട്ടില്ല. അവരവരായിരിക്കുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ഓരോ മതത്തിന്റെ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും വഴിപാടുകളും ബലികളും തീർത്ഥാടനങ്ങളും നിങ്ങൾ അല്ലെങ്കിൽ പതിറ്റാണ്ടുകളായിട്ട് നമ്മുടെ പിതാക്കന്മാരുടെ കാലം മുതൽ ചെയ്തു വന്നിട്ടുണ്ട്. എന്നാൽ നിന്റെ ഹൃദയത്തിന് സമാധാനം നൽകി തരുവാൻ നിങ്ങളുടെ മതഭക്തിക്ക് കഴിഞ്ഞിട്ടില്ല. നിന്റെ ഹൃദയത്തിന് ആശ്വാസം നൽകി തരുവാൻ നിങ്ങളുടെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് കഴിയത്തില്ല. നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി കൊടി പിടിച്ച് ജയ് വിളിക്കുമ്പോൾ നിന്റെ തകർന്നു കിടക്കുന്ന ഹൃദയത്തെ പണിഞ്ഞു തരാമെന്ന് ആരും വാക്ക് തന്നിട്ടുമില്ല. ആകയാൽ കേട്ടുകൊള്ളുവാൻ പ്രിയപ്പെട്ടവരെ, അതിൽ യോഗ്യനായിരിക്കുന്ന ഏക വ്യക്തി യേശുക്രിസ്തു മാത്രമാണ്. കാരണം ഞാൻ പറയാം, നിങ്ങൾ മനുഷ്യന്റെ ചരിത്രം അറിയണം. യേശുക്രിസ്തു ആരാണെന്ന് അറിയണം. ഇത് മതപരിവർത്തനമല്ല, ഒരു മതത്തിലും ദൈവമല്ല. ഞാനൊരു ഹിന്ദുമത വിശ്വാസത്തിലായിരുന്ന ഞാൻ ആ ഒരു ക്രിസ്തീയ മതത്തിലേക്ക് പരിവർത്തനം ചെയ്താൽ എന്റെ പ്രയോജനം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. പ്രിയപ്പെട്ടവരെ, ഞാൻ കള്ളു കുടിക്കുമായിരുന്നില്ല. കത്തോലിക്കരും യാക്കോബരും മർത്തോമക്കാരുമായിരിക്കുന്ന അനേക യൗവനക്കാർ എനിക്ക് സ്നേഹിതന്മാരായിട്ട് പണ്ടുണ്ടായിരുന്നു. കള്ളു കുടിക്കാതിരുന്ന എന്നെ അവർ നിർബന്ധിച്ച് കള്ളു കുടിക്കാൻ ശ്രമിച്ചു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഹിന്ദുമതം വിട്ട് ക്രിസ്തീയ മതം സ്വീകരിച്ചാൽ കള്ളു കുടിക്കാമെന്നുള്ളതിനപ്പുറം ഒരു നന്മ അതിനകത്തില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഇത് മതഭക്തിയല്ല, മതപരിവർത്തനമല്ല. മരിച്ചു പോകുന്ന നിനക്ക് ജീവൻ തരുവാനും തകർന്നു പോയ നിന്റെ ഹൃദയത്തിന് ആശ്വാസം നൽകി തരുവാനും കഴിയുന്ന ഈ യേശുക്രിസ്തുവിനെ കേട്ടുകൊള്ളുവിൻ. അവൻ ക്രൂശിൽ മരിപ്പാനുള്ള കാര്യം കൂടെ പറയാം. ഈ ലോകം ഇങ്ങനെ നശിച്ചു പോയതിന്റെ കാര്യം ഞാൻ പറയാം. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയും ആകാശവും ആര് സൃഷ്ടിച്ചു? സ്വയമായിട്ടുണ്ടായി വരുമോ? ഇല്ല. ഈ ദേശത്ത് എന്തെങ്കിലും ഒരു വസ്തുവകകളും ഈ ദേശത്ത് ഏതെങ്കിലും ഒരു വീട് സ്വയമായിട്ടുണ്ടായി വന്നിട്ടോ? ഇരുഭാഗങ്ങളിലും വലിയ മലകൾ നമുക്ക് കാണുവാൻ കഴിയും. മഴക്കാലത്ത് വെള്ളം ഒഴുകി വന്നിട്ട് ഏതെങ്കിലും ഭവനം സ്വയമായിട്ട് സൃഷ്ടിക്കപ്പെട്ടോ? ഇല്ല. ഏത് ഭവനം ചമയ്ക്കുവാനും ഒരു പുരുഷൻ വേണം, ഒരു മനുഷ്യൻ വേണം.
അവണ്ണം ഈ ആകാശത്തെയും ഭൂമിയെയും ദൈവം സൃഷ്ടിച്ചു. അതേ പ്രിയപ്പെട്ടവരെ, ഈ ആകാശത്തെയും ഭൂമിയെയും ദൈവം ആദിയിൽ സൃഷ്ടിച്ചു. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് വചനം പറയുന്നു. അതിനുശേഷം സകല ജീവജാലങ്ങളെയും ദൈവം സൃഷ്ടിച്ചു. ഏതാണ്ട് 6000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം തന്റെ അതേ രൂപത്തിലും സാദൃശ്യത്തിലും മണ്ണുകൊണ്ട് ഒരു മനുഷ്യന്റെ പ്രതിമയുണ്ടാക്കി അതിൽ ജീവശ്വാസം ഊതി അവനെ ജീവനുള്ള മനുഷ്യനാക്കി ഭൂമിയുടെ മധ്യഭാഗമായിരിക്കുന്ന ഏതെന്ന് നിർത്തി. പ്രിയപ്പെട്ടവരെ, ദൈവം ഒരു പുരുഷനെ മാത്രമേ സൃഷ്ടിച്ചിട്ടുള്ളൂ. ഒരേ ഒരു മനുഷ്യനെ മാത്രമേ ദൈവം സൃഷ്ടിച്ചിട്ടുള്ളൂ. നമ്മളെ ആരെയും ദൈവം സൃഷ്ടിച്ചിട്ടില്ല. 6000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിന്റെ അതേ രൂപത്തിലും സാദൃശ്യത്തിലും മണ്ണുകൊണ്ട് മനുഷ്യന്റെ പ്രതിമയുണ്ടാക്കിയതിൽ ജീവശ്വാസം ഊതി അവനെ ജീവനുള്ള മനുഷ്യനാക്കി